ഒരു രോഗിക്ക് എത്ര അസുഖം പേറിനടക്കാൻ പറ്റും? 4 രോഗികൾക്ക് വരാൻ ചാൻസ് ഉള്ള സങ്കീർണതയുള്ള 4 അസുഖങ്ങൾ അല്ലെങ്കിൽ 3 മുറിവുകൾ അത് ഒരേ രോഗിയിൽ വന്നാലും അതും ഒരേ കാലിൽ തന്നെ വന്നാലും ഈ ഒരു അത്യാസന്ന നില അനുഭവിച്ച ആളാണ് നമ്മുടെ കിച്ചു അല്ലെങ്കിൽ രാജേഷ്. ഹായ്, ഞാൻ കിച്ചു, ഡ്രമ്മറാണ്. നജീം അർഷാദ്, അഫ്സൽ, ജോൽസ്ന അങ്ങനെ തുടങ്ങിയ എല്ലാ സെലിബ്രിറ്റീസിൻ്റെ കൂടെ പ്ലേ ചെയ്യുന്ന ഡ്രമ്മറാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 20 ശബരിമല അയ്യപ്പ സംഗമം കഴിഞ്ഞ് അവിടെ ഇഷാൻ ദേവിൻ്റെ ഷോ കഴിഞ്ഞ് വരുന്ന വഴിക്ക് റാന്നി മന്ദിരപ്പടിയിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങൾ 3 പേരായിട്ടാണ് ഷോയ്ക്ക് പോയത്. ഞങ്ങളുടെ അനിയൻ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. പിന്നെ ഞാനും ഗിറ്റാറിസ്റ്റ് ഡോണിയാണ് പിന്നെ ഉണ്ടായത്. ആ സമയത്ത് അവിടെ നിന്ന് കറക്റ്റ് മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവൻ കിട്ടിയതും ഇന്നിപ്പോൾ ഇങ്ങനെയായിരുന്നു സംസാരിക്കാൻ പറ്റിയത്. അത് എമർജൻസിയിലേക്കാണ് കൊണ്ടുവന്നത്. അവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫും ഒരുപാട് കെയർ ചെയ്ത് നോക്കി. അവിടെ നിന്ന് നേരെ സർജറിക്ക് വേണ്ടി കയറ്റി. ഓർത്തോ സർജൻ ഡോക്ടർ മുരളീകൃഷ്ണൻ സാറാണ് സർജറി ചെയ്തത്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ കാലിൽ 5 സർജറി കഴിഞ്ഞായിരുന്നു. ഹിപ്പ് തൊട്ട് താഴെ പാദം വരെ റോഡ് ഇട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് സർജറി ചെയ്ത് അന്ന് രാത്രി തന്നെ എനിക്ക് വിരലൊക്കെ അനക്കാൻ പറ്റി. സാറത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് അതൊക്കെ പറ്റിയത്. ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റിൽ കാലിൽ തൊടയെല്ല് ഒടിഞ്ഞു. അതല്ലാതെ വേറെ കാലിന്റെ പാദങ്ങൾക്ക് ഒത്തിരി മുറിവുകളുണ്ടായി. ഇതെല്ലാം കൊണ്ട് ജീവഹാനി ഉള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ അത്യാസന്ന വിഭാഗത്തിൽ വന്നു ചേർന്ന രാജേഷിന്റെ കഥ. ഇങ്ങനത്തെ ഒരു രോഗിയെ തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതൊരു ടീം വർക്കാണ്. അതിന് സംഘടിതമായിട്ടുള്ള കുറേ അസ്ഥിരോഗ വിദഗ്ധരും ബാക്കി ചികിത്സാ വിദഗ്ധരും ഒരുമിച്ച് കൈ കോർക്കേണ്ട ഒരു നിമിഷം. അത്യാസന്ന നിലയിൽ അത്യാരൂപത്തിൽ വന്ന ആളെ നല്ല രീതിയിൽ ജീവഹാനി ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അന്ന് മുതൽ ഞാനും എൻ്റെ ടീമും കൂടെ അദ്ദേഹത്തിന്റെ മുകളിൽ ശാസ്ത്രീയമായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ശസ്ത്രക്രിയയായിട്ടും മരുന്നുകളായിട്ടും ചികിത്സയായിട്ടും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് 1, 2, 3 സർജറീസ് വേണ്ടി വന്നു. ആ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോടെ നല്ലൊരു ആരോഗ്യമുള്ളൊരു കാലോടുകൂടി ഇദ്ദേഹം തിരിച്ചുപോയി ഒരു മ്യൂസിക് ഇവന്റിൽ ഡ്രം വായിച്ചു. അദ്ദേഹത്തെ ഇനിയും ഞാൻ പല പ്രോഗ്രാംസിലും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നു. ഇത്രയും നല്ലൊരു അവസ്ഥയിൽ അങ്ങനെ തിരിച്ചെത്തിക്കാൻ വേണ്ടി കിട്ടിയ ഒരു അവസരം, അത് ദൈവം തന്ന അവസരത്തിന് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് താങ്ക് യു പറയാനുള്ളത് OTയിലെ ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫാണ്. അവരുടെ കെയറിങ് ഭയങ്കര വലുതായിരുന്നു. ഓരോ ദിവസവും ഞാൻ ഈ വാർഡിൽ മാറ്റുന്ന സമയം വരെ അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയും നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇവിടുത്തെ ഫിസിയോണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞു. ഈ 4 മാസത്തിനകം ഞാൻ ഫസ്റ്റ് ഷോ ഞാനിപ്പോൾ ചെയ്തായിരുന്നു. ഈ ജനുവരി 18 ഞാൻ ഫസ്റ്റ് ഷോ ചെയ്തു തൃശ്ശൂർ. നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ്റെ വയലിനിസ്റ്റ് ഫ്രാൻസിസ് ചേട്ടൻ്റെ കൂടെ ഞാൻ പ്ലേ ചെയ്തു. കാലിന് വേറെ സ്ട്രെയിനോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് പോയി. പ്ലേ ചെയ്യാൻ ഫുൾ കാരണം കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലാണ്. എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഒത്തിരി നന്ദിയും കടപ്പാടും ഉണ്ട് എനിക്ക്. എല്ലാവർക്കും എൻ്റെ താങ്ക് യു. ഇനി നമുക്ക് സ്റ്റേജ് വെച്ച് എൻ്റെ പെർഫോമൻസ് കാണാം. ഈ സർജറി ചെയ്ത കാലുകൊണ്ട് ഞാൻ പൊളിക്കുന്നതായിരിക്കും.